കൂട്ടുകാരെ, അപ്പൊ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിന്റെ ബാക്കിയാണ് ഇന്ന് നോക്കുന്നത്. പാർട്ടിക്കിൾ ഡൈനാമിക്സ്, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. അവിടെ നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷനിലെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിസ്കസ് ചെയ്ത ശേഷമാണ് നമ്മൾ നിർത്തിയത്. അപ്പൊ നമ്മളിപ്പോ ഇന്ന് അണ്ടർസ്റ്റാൻഡിങ് ദ 3 ലോസ് ദാറ്റ് ഫോംസ് ദി ഫൗണ്ടേഷൻ ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ്, ആ 3 ലോയും അതിന്റെ ബാക്കി ഡീറ്റെയിൽസും കൂടിയാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജഡത്വം, നിശ്ചല ജഡത്വവും അതുപോലെ ചലന ജഡത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ മാസും ജഡത്വവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ഒരു വസ്തുവിന്റെ മാസ് കൂടുന്നതനുസരിച്ച് അതിന്റെ ജഡത്വവും കൂടുന്നു. മാസ് കൂടുമ്പോൾ അതിന്റെ ഇനേർഷ്യയും കൂടുന്നു. അപ്പൊ നമ്മളിപ്പോ പറയുവാണ് ആന ഓടുന്നത്. ഇതിനൊരു എക്സാമ്പിൾ നമ്മുടെ ACERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്, ആന കുറെ ആൾക്കാരെ ഓടിക്കുക. ആന ആൾക്കാരെ ഓടിക്കുന്നുണ്ട്. ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു ഓടാൻ പറ്റും. പക്ഷെ ആനയ്ക്ക് അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് ഇങ്ങനെ ഓടാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? അപ്പൊ മാസ് കൂടുന്നു. ആനയ്ക്ക്, നമ്മുടെ ഒരു മനുഷ്യനെ അപേക്ഷിച്ച് ആനയ്ക്ക് മാസ് കൂടുതലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജഡത്വം കൂടുവാണ്. ജഡത്വം കൂടുക മീൻസ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് മോഷൻ, ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ തന്നെ തുടരാനുള്ള ആ ഒരു ടെൻഡൻസി കൂടുവാണ്. സോ അതാണ് കാരണം കേട്ടോ. ഇപ്പൊ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണ്. അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരുന്നതാണ്. ഇതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. അപ്പം നമ്മൾ ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് വരെ ആ ഒരു വസ്തു ബി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. ഇനി നമ്മൾ ആക്കം, മൊമെന്റം എന്താണെന്ന് നെക്സ്റ്റ് നോക്കുന്നത്. മൊമെന്റം എന്ന് പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ ആക്കം ഒരു സദിശ അളവാണ്. മൊമെന്റം P is equal to മാസ് ഇൻറ്റു വെലോസിറ്റി. അതായത് ആക്കം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു പ്രവേഗമാണ്. അറിയാം. ഇനി നമ്മൾ ന്യൂട്ടന്റെ രണ്ടാമത്തെ ചലന നിയമമാണ് നോക്കുന്നത്. രണ്ടാം ചലന നിയമത്തിൽ വസ്തുവിനുണ്ടാകുന്ന ത്വരണത്തെയും പ്രയോഗിക്കപ്പെടുന്ന ബാഹ്യബലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ ചലന നിയമത്തില് ത്വരണത്തെയും ആക്സിലറേഷൻ, അതായത് ത്വരണം ആക്സിലറേഷനെയും പിന്നെ അതുപോലെ തന്നെ ബാഹ്യ ബലത്തെയും, അതായത് എക്സ്റ്റേണൽ ഫോഴ്സിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിനൊക്കെ ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബാഹ്യബലത്തിന് നേരനുപാതത്തിലും അതിൽ പ്രയോഗിക്കുന്ന ബലത്തിന്റെ ദിശയിലുമായിരിക്കും എന്നാണ് രണ്ടാം ചലന നിയമം പറയുന്നത്. അതനുസരിച്ച് F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു dp/dt. ആക്ക വ്യത്യാസ നിരക്കിനോട് ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഫോഴ്സ് കൂടുമ്പം ആക്ക വ്യത്യാസ നിരക്കും കൂടും. ഇങ്ങനെ നമുക്ക് dp/dt നമുക്ക് ഒരു കോൺസ്റ്റന്റ് K എടുത്തു. K ഇൻറ്റു എം dv/dt എന്ന് എഴുതാം. അവിടെ P എന്ന് പറയുന്നത് mv ആണല്ലോ. അപ്പം ഇവിടെ ചേഞ്ച് ഉണ്ടാവുന്നത് വെലോസിറ്റിക്ക് മാത്രമായിരിക്കും ചേഞ്ച് ഉണ്ടാവുന്നത്. അപ്പൊ Km dv/dt എന്ന് എടുത്തു. ഇനി സ്ഥിരസംഖ്യ K 1 ആയാലും, ഇനിയിപ്പോ നമ്മൾ K ഈക്വൽ ടു 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ F ഈസ് ഈക്വൽ ടു എം dv/dt. നമുക്കറിയാം dv/dt എന്ന ആക്സിലറേഷൻ ആണ്. സോ F ഈസ് ഈക്വൽ ടു ma. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് ബലത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാം ചലന നിയമത്തിലെ ചില പ്രധാന വസ്തുതകൾ. രണ്ടാം ചലന നിയമം അനുസരിച്ച് F ഈക്വൽ ടു 0 സൂചിപ്പിക്കുന്നത് ആക്സിലറേഷൻ 0 എന്നാണ്. അതായത് രണ്ടാം ചലന നിയമം ഒന്നാം ചലന നിയമവുമായി പൊരുത്തപ്പെട്ടിട്ടുള്ളതാണ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ ഒബ്ജക്ട് ബി ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ. ഇവിടെ ഫോഴ്സ് ഇല്ലാതെ ആക്സിലറേഷൻ 0 ആയിരിക്കും എന്ന് തന്നെയാണ് രണ്ടാം ചലന നിയമം പറയുന്നത്. രണ്ടാം ചലന നിയമം ഒരു സദിശ നിയമമാണ്. അതൊരു വെക്ടർ ലോ ആണ്, സദിശ നിയമമാണ്. ഇനി F ഈസ് ഈക്വൽ ടു ma അനുസരിച്ചിട്ടുള്ള രണ്ടാം ചലന നിയമം ഒരു ഏകബിന്ദു വസ്തുവിന്, സിംഗിൾ പോയിന്റ് പാർട്ടിക്കിൾ മാത്രം ബാധകമായുള്ളതാണ്. നിയമത്തിലെ F എന്നത് ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന റിസൾട്ടന്റ് സഫല ബാഹ്യബലവും A എന്നത് ഒരു വസ്തുവിന്റെ ത്വരണമാണ്. അപ്പൊ I എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനും പിന്നെ ഫോഴ്സ് എന്ന് പറയുന്നത് റിസൾട്ടന്റ് ഫോഴ്സും ആയിരിക്കും. F എന്ന് പറയുന്നത് റിസൾട്ടന്റ് ഫോഴ്സും ആയിരിക്കും. ഇനി ആവേഗം എന്താണ്? വാട്ട് ഈസ് ഇമ്പൾസ്? ഇമ്പൾസ് എന്താണെന്ന് നോക്കാം. ചെറിയ ഒരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലം. ഫോർ എക്സാമ്പിൾ നമ്മൾ ബാറ്റ് ചെയ്യത്തില്ലേ, ബോൾ വന്ന് വീഴുമ്പോൾ ബാറ്റ് ചെയ്യുന്നത്, അതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ആവേഗം, ഇമ്പൾസ്. ആവേഗം എന്ന് പറയുന്നത് ബലം ഇൻറ്റു സമയം, ദറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു ടി. I ആണ് ഇമ്പൾസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. I ഈസ് ഈക്വൽ ടു F ഇൻറ്റു ടി. ഇനി ആവേഗം, ആക്ക തത്വം എന്താണെന്ന്. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസം അതിലനുഭവപ്പെടുന്ന ആവേഗത്തിന് തുല്യമാവും. അപ്പൊ ആക്ക വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം വരേണ്ടത് നമുക്കറിയാം എം വി എന്ന് പറയുമ്പോൾ മാസ് അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും, ബി മാത്രമായിരിക്കും ചേഞ്ച് ഉണ്ടാവുക. ചേഞ്ച് ഇനിഷ്യൽ വെലോസിറ്റിയും ഉണ്ടാവും, ഫൈനൽ വെലോസിറ്റി ഉണ്ടാവും. ഇനിഷ്യൽ വെലോസിറ്റി ആണ് അവർ യു എന്ന് ഡിനോട്ട് ചെയ്യുന്നത്, ഫൈനൽ വെലോസിറ്റിനെയാണ് വി എന്ന് പറയുന്നത്. അപ്പം ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് ഇമ്പൾസ് ആയിരിക്കും. ആവേഗം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ
മൊമെന്റം ആയിരിക്കും. ആക്കവ്യത്യാസം സ്ഥിരമായിരുന്നാൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കാൻ എടുക്കുന്ന സമയത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ദാറ്റ് ഈസ് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/t ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഗതികോർജവും ആക്കവും തമ്മിലുള്ള സമവാക്യം. ഗതികോർജം എന്താക്കി? കൈനറ്റിക് എനർജി K ഈസ് ഇക്വൽ ടു ½ mv² ആണ് നമുക്കറിയാം. ഇനി ഗതികോർജവും mv എന്ന് പറയുന്നത് എന്താണ്? P ആണ്. അപ്പോ ഇവിടെ നമുക്ക് കൈനറ്റിക് എനർജി ഈസ് ഇക്വൽ ടു p²/2m എന്ന് വരും. വേർ m ഈസ് ദി മാസ്. അപ്പൊ ഈ ഇക്വേഷൻസ് പഠിക്കണം. നമുക്ക് ഇവിടുന്ന് കുറച്ച് ന്യൂമറിക്കൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. മെയിൻലി ഫിസിക്സ് ക്ലാസ് 11-ലെ 11ാം ക്ലാസ്സിലെ 11th ക്ലാസ്സില് മൂന്നാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ, നാലാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ, ഇതിൽ നിന്നൊക്കെ നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ബലവും സമയവുമായി ബന്ധപ്പെട്ട ചില സന്ദർഭങ്ങൾ. ക്രിക്കറ്റ് ബോൾ പിടിക്കുമ്പോൾ കൈ പുറകോട്ട് വലിച്ചു ബോളും കൈയും സമ്പർക്കത്തിൽ വരുന്ന സമയം തീർപ്പിക്കുന്നത്. നമ്മൾ ക്യാച്ച് ചെയ്യുമ്പം കൈ ഒന്ന് പുറകോട്ട് പോകുമല്ലോ, അത്. പോൾ വാൾട്ട് ചാടുമ്പോൾ ഹോം ബെഡിൽ വീഴുന്നത് മൂലം ആഘാതം കുറയുന്നു. ഓക്കെ, നമ്മൾ ഈ ഒരു പോൾ വാൾട്ട് എന്ന് പറയുന്ന ആ ഒരു സ്പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹോം ബെഡ് ഇടും, അതിലേക്ക് വന്ന് വീഴുന്നത്. പിന്നെ ഗ്ലാസ് പാത്രങ്ങൾ അടുക്കി വെച്ച പാക്കറ്റുകളിൽ സ്പോഞ്ച്, വൈക്കോൽ മുതലായവ നിറയ്ക്കുന്നു. അത് പാത്രങ്ങൾ കൂട്ടിമുട്ടുന്നു ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഒരു അഭ്യാസി കൈകൊണ്ട് വളരെ വേഗത്തിൽ വീശി കടുപ്പമുള്ള ഇഷ്ടികൾ തകർക്കുന്നു. ഇതെല്ലാം ബലവും സമയവുമായി ബന്ധപ്പെട്ട ചില സന്ദർഭങ്ങളാണ്. ഓക്കെ, നമ്മൾ കരാട്ടെ അവര് ശരിക്കും ഇഷ്ടിക പൊട്ടിക്കുമ്പോഴേക്കും വിത്തിൻ സെക്കൻഡ്സ് ദേ ആർ ഡൂയിങ് ദാറ്റ് വൺ. ഇറ്റ്സ് വെരി ഫാസ്റ്റ് ആയിരിക്കും, അതായത് ആവേഗമായിരിക്കും. ചെറിയൊരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ഒരു ബലമായിരിക്കും അവിടെ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. അവിടെ നോക്കി, ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഒരു ലോറിക്കും ഒരു സൈക്കിളിനും ഒരേ ഗതികോർജ്ജമാണ്, രണ്ടിനും സെയിം കൈനറ്റിക് എനർജിയാണ്. ഏതിനാണ് ആക്കം കൂടുതൽ? അപ്പൊ ഇവിടെ ആക്കം കൂടുതൽ ഏതായിരിക്കും? ആക്കം എന്ന് പറയുന്നത് ഇസ് റിലേറ്റഡ് ടു മാസ്. അപ്പൊ ഇവിടെ ലോറിക്കാണോ സൈക്കിളിനാണോ മാസ് കൂടുതൽ? ലോറിക്ക്. സോ ആൻസർ സി ആയിരിക്കും, അല്ലെ? ഇനി നമ്മൾ ന്യൂട്ടന്റെ മൂന്നാമത്തെ ചലന നിയമം നോക്കുവാണ്. ഏതൊരു പ്രവർത്തനത്തിനും എവറി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, അല്ലെ? ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇതാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിൽ അനുഭവപ്പെടുന്ന ബലങ്ങളാണ്. ഓക്കെ, വ്യത്യസ്ത വസ്തുക്കളിലായിരിക്കും അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇവിടെ സന്ദർഭം, ഇത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പിക്ക് ചെയ്തേക്കുന്ന, ജലോപരിതലത്തിലുള്ള തോണിയിൽ നിന്ന് ഒരാൾ കരയിലേക്ക് ചാടും. ഓക്കെ, ജലോപരിതലത്തിലുള്ള തോണിയിൽ നിന്ന് ഒരാൾ കരയിലേക്ക് ചാടുന്നു. അവിടെ പ്രവർത്തനം എന്താ? ആള് തോണിയിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിന്റെ ഫലമായി തോണി പുറകോട്ട് നീങ്ങുന്നു. അപ്പൊ ഒരാൾ ചാടുമ്പോഴേക്കും തോണി പുറകോട്ട് നീങ്ങും. ഇനി പ്രതിപ്രവർത്തനം എന്താ? പ്രതിപ്രവർത്തനം അതായത് റിയാക്ഷൻ, ആക്ഷൻ ഇതാണ്. റിയാക്ഷൻ, തോണി ആളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിന്റെ ഫലമായി ആള് മുന്നോട്ട് ചലിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് തോക്കിൽ നിന്ന് വെടിയുണ്ട പായുന്നു. തോക്ക് വെടിയുണ്ടയിൽ പ്രയോഗിക്കുന്ന ബലത്തിന്റെ ഫലമായി വെടിയുണ്ട മുന്നോട്ട് പോകുന്നു. വെടിയുണ്ട തോക്കിൽ പ്രയോഗിക്കുന്ന ഫലമായി തോക്ക് പിറകോട്ട് പോകുന്നു. ഓക്കെ, ഇനി നാം തറയിലൂടെ നടക്കണം. നാം തറയിൽ പ്രയോഗിക്കുന്ന ബലം, അതാണ് ആക്ഷൻ. തറ നമ്മുടെ മേൽ എതിർദിശയിൽ പ്രയോഗിക്കുന്ന ബലം, അതാണ് റിയാക്ഷൻ. ഓക്കെ, അപ്പൊ F12 എന്നത് ഒന്നാമത്തെ വസ്തുവിൽ രണ്ടാമത്തെ വസ്തു പ്രയോഗിക്കുന്ന ബലവും F21 എന്നത് രണ്ടാമത്തെ വസ്തുവിൽ ഒന്നാമത്തെ വസ്തു പ്രയോഗിക്കുന്ന പ്രതിപ്രവർത്തനവുമാണെങ്കിൽ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അനുസരിച്ച് F12 ഈസ് ഈക്വൽ ടു -F21 ആണ്. അതായത് ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഈക്വൽ ആണ്, പക്ഷെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമ്മള് വർത്തുള ചലനം എന്താണെന്ന് നോക്കുകയാണ്. ഈ വർത്തുള ചലനം വരുന്നത് നമ്മൾക്ക് ശരിക്കും ഈ ഒരു ഫിഗർ വരുന്നത് SCERT ടെക്സ്റ്റ് ബുക്കില് 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിലെ പേജ് നമ്പർ 84-ൽ കിടക്കുന്നതാണ് വർത്തുള ചലനം എന്താണെന്നുള്ളത്. പക്ഷെ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം 11th ചാപ്റ്ററിലെ ക്ലാസ് 11-ലെ ചാപ്റ്റർ 4-ലാണ് ഈ പറയുന്ന അഭികേന്ദ്ര ത്വരണം എന്താണ്, അഭികേന്ദ്ര ബലം, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ, സെൻട്രിപിറ്റൽ ഫോഴ്സ് തുടങ്ങിയ സംഭവങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ വർത്തുള ചലനം എന്താ? ഇങ്ങനെ സർക്കിളിൽ മൂവ് ചെയ്യുന്നതിനാണ് വർത്തുള ചലനം. ഒരു വസ്തുവിന്റെ വൃത്തപാതയിലുള്ള ചലനത്തിനെയാണ് വർത്തുള ചലനം എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ, ചരടിൽ കെട്ടി കറക്കുന്ന കല്ലിന്റെ ചലനം, ജയന്റ് വീലിന്റെ ചലനം, വൃത്തപാതയിലൂടെ കളുത്തീവണ്ടി ഓടുന്നത്, കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറങ്ങുന്നത്, കോമ്പസിൽ പെൻസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുന്നത്, ഇതെല്ലാം എന്തിന്റെയാണ്? വർത്തുള ചലനത്തിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി വർത്തുള ചലനത്തിലുള്ള വസ്തുവിന് ആരത്തിലൂടെ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്നത്, അതായത് ഇതൊരു റേഡിയസിലൂടെ വൃത്തകേന്ദ്രം, അതായത് ഈ കുട്ടി പിടിച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് അനുഭവപ്പെടുന്ന ആക്സിലറേഷന് പറയുന്ന പേരാണ്
ത്വരണത്തിന് പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ സെൻട്രിപിറ്റൽ ആക്സിലറേഷന്റെ മലയാളമാണ് അഭികേന്ദ്ര ത്വരണം. നടുക്കോട്ട് അഭികേന്ദ്ര ത്വരണം. അപ്പൊ വർത്തുള്ള ചലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കുലർ മോഷൻ, അഭികേന്ദ്ര ത്വരണം എന്ന് പറഞ്ഞാൽ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വർത്തുള്ള ചലനത്തിലുള്ള വസ്തുവിന് ആരത്തിലൂടെ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണത്തിനെ പറയുന്ന പേരാണ് അഭികേന്ദ്ര ത്വരണം. അപ്പൊ ഇതിനായിരിക്കും അഭികേന്ദ്ര ബലം. അഭികേന്ദ്ര ബലം എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിൽ അഭികേന്ദ്ര ത്വരണം ഉണ്ടാകാൻ ആവശ്യമായ ബലം, അതാണ് അഭികേന്ദ്ര ബലം. ഒരു വസ്തുവില് അഭികേന്ദ്ര ത്വരണം, അതായത് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഉണ്ടാകാൻ ആവശ്യമായ ബലത്തിനെ പറയുന്ന പേരാണ് അഭികേന്ദ്ര ബലം. ഓക്കെ അല്ലേ? ഇനി അഭികേന്ദ്ര ബലവും അഭികേന്ദ്ര ത്വരണവും അനുഭവപ്പെടുന്നത് വൃത്തകേന്ദ്രത്തിലേക്കായിരിക്കും. ഇത് രണ്ടും സെന്റർ ടു ദി സർക്കിളിലേക്കായിരിക്കും അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പൊ വർത്തുള്ള ചലനം സർക്കുലർ മോഷൻ, അഭികേന്ദ്ര ബലം സെൻട്രിപിറ്റൽ ഫോഴ്സ്, അഭികേന്ദ്ര ത്വരണം സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ. ഓക്കെ, അപ്പൊ ആരത്തിലൂടെ ആയിരിക്കും നമ്മുടെ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ, ഇനി ഇവിടുന്ന് വരുന്നത് ചരടിൽ കിട്ടി വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന കല്ലിന്റെ അഭികേന്ദ്ര ബലം നഷ്ടമായാൽ, അതായത് ചരടിൽ നിന്ന് കൈവിട്ടു പോയാൽ അല്ലെങ്കിൽ ചരടിൽ പൊട്ടിപ്പോവുകയോ ഏത് ബിന്ദുവിൽ എത്തുമ്പോഴാണോ കൈവിടുന്നത് ആ ബിന്ദുവിലെ തൊടുവിരലിൽ കൂടി കല്ല് തെറ്റിപ്പോകും. അപ്പൊ എപ്പോഴാ ആ കല്ല് നേരെ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് ആണ് ഇതിനെ സർക്കുലർ മോഷനിൽ കീപ്പ് ചെയ്യുന്നത്. വിട്ടു കഴിഞ്ഞാൽ അതിനെ ടാൻജന്റിലായിട്ട് പോകും. വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം, അതായത് വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു വൃത്തപാതയിലൂടെ സഞ്ചരിക്കുവാണ്, തുല്യ സമയം ഈക്വൽ ടൈമില് ഈക്വൽ ഡിസ്റ്റൻസ് തുല്യ ദൂരം സഞ്ചരിക്കുവാണെങ്കിൽ ആ പറയുന്ന ചലനത്തിന് പറയുന്ന പേരാണ് സമവർത്തുള്ള ചലനം അല്ലെങ്കിൽ യൂണിഫോം സർക്കുലർ മോഷൻ. ഉദാഹരണത്തിന് പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിന്റെ ചലനം, നമ്മുടെ ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിന്റെ ചലനം, വൃത്തപാതയിൽ സഞ്ചരിക്കുന്ന ഭൂമിയുടെ കൃത്രിമോപഗ്രഹങ്ങൾ, അതെല്ലാം സമവർത്തുള്ള ചലനത്തിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് നമ്മുടെ ഇക്വേഷൻസ് ആണ്. അത് ശരിക്കും ബൈഹാർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ കുറിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ന്യൂമറിക്കൽസ് ചോദിക്കാം. നോക്കിക്കേ, 6 ആരമുള്ള വൃത്തത്തിൽ v വേഗത്തിൽ കറങ്ങുന്ന ഒരു വസ്തുവിന്റെ ത്വരണം ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ്. ആക്സിലറേഷൻ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ AC എന്ന് പറയുന്നത് v² ഡിവൈഡഡ് ബൈ r ആയിരിക്കും. v² ഡിവൈഡഡ് ബൈ r ആയിരിക്കും. ഇനി നമുക്കറിയാം FEC = ma, അത് അഭികേന്ദ്ര ബലമാണ്. സോ F ma ആണ്. അവിടെ a ന്റെ വാല്യൂ ആണ് v² ബൈ r എന്ന് പറയുന്നത്. അപ്പോൾ FC എന്ന് പറയുന്നത് m × v² ബൈ r, ദാറ്റ് ഈസ് F mv² ബൈ r. F mv² ബൈ r. എവിടെയാണ് ഇത് പഠിക്കുന്നത്? വർത്തുള്ള ചലനത്തിലാണ് പഠിക്കുന്നത്, സർക്കുലർ മോഷനിലാണ് പഠിക്കുന്നത്. ഓക്കെ, സർക്കുലർ മോഷനിൽ F ഫോഴ്സ് എന്ന് പറയുന്നത്, സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് mv² ബൈ r. നമുക്ക് ന്യൂമറിക്കൽസ് ചോദിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ വേറെ ഒരു റിലേഷൻ ഉണ്ട്. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്നത് അഭികേന്ദ്ര ത്വരണവും പിന്നെ കോണീയ വേഗതയും, കോണീയ വേഗത ഒമേഗ, കോണീയ വേഗത അല്ലെങ്കിൽ ആംഗുലർ മൊമെന്റം, ആംഗുലർ വെലോസിറ്റി. ഓക്കെ, ആംഗുലർ വെലോസിറ്റി ആണ് കോണീയ വേഗത എന്ന് പറയുന്നത്. അത് തമ്മിലുള്ള വെലോസിറ്റി, അതിന് തമ്മിലുള്ള ഇക്വേഷൻ ആണ് AC = ω² r. ഓക്കെ, പിന്നെ അഭികേന്ദ്ര ത്വരണവും ആവൃത്തിയും, അതായത് ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ ആണ് AC = 4π² r. ശരിക്കും സത്യം പറയാമല്ലോ, എനിക്കിത് ഈ ഏരിയ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എവിടെ കിടക്കുന്നതെന്നുള്ളത് കിട്ടിയില്ല. മാക്സിമം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞോളാം. പിന്നെ അതുപോലെ തന്നെ പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയുന്ന അളവുകളാണ് സദിശ അളവുകൾ. ഓക്കെ, ഇത് നമ്മുടെ 11th സ്റ്റാൻഡേർഡിൽ ചാപ്റ്റർ 2 പറയുന്നതാണ്. ചാപ്റ്റർ 3 പറയുന്നതാണ്. 11th സ്റ്റാൻഡേർഡ് ക്ലാസ് 11 ഫിസിക്സ് ആണ്. പരിമാണം എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നിറ്റ്യൂഡിന്റെ കൂടത്തില് നമ്മൾ വെക്ടർ പഠിക്കുമ്പോൾ ശരിക്കും മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ പറയുന്ന മാഗ്നിറ്റ്യൂഡിന്റെ കൂടത്തില് ദിശ, അതായത് ഡയറക്ഷനും കൂടി ചേർത്ത് പറയുന്ന അളവുകളെ പറയുന്നവരാണ് സദിശ അളവ്. നമ്മൾ കഴിഞ്ഞ ഇതിലും പറഞ്ഞായിരുന്നു. വെക്ടർ ക്വാണ്ടിറ്റീസ്, പ്രവേഗം, വെലോസിറ്റി, സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ്, ത്വരണം, ആക്സിലറേഷൻ, ബലം, ഫോഴ്സ്, ആക്കം, മൊമെന്റം, ഇതെല്ലാം സദിശ അളവുകളാണ്. ഇനി പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്ത അളവുകളാണ് അദിശ അളവുകൾ, അല്ലെ സ്കാലർ ക്വാണ്ടിറ്റി. ഫോർ എക്സാമ്പിൾ ടൈം, മാസ്, ഡിസ്റ്റൻസ്, ഏരിയ, വിസ്തീർണം, പിന്നെ വേഗത, സ്പീഡ്, പ്രവൃത്തി, വർക്ക്,
വ്യാപ്തം, വോളിയം, സാന്ദ്രത, ഡെൻസിറ്റി, ഇതെല്ലാം പരിമാണത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്ത അളവുകളാണ്, അതായത് അദിശ അളവുകളാണ്. ഇനി റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഇനി അടുത്ത് നമ്മുടെ ഗൈഡിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ ആണ് സദിശങ്ങളുടെ വിഘടനം അല്ലെങ്കിൽ റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്. ഇത് നമ്മുടെ ക്ലാസ് 11 അതായത് +1 ക്ലാസ്സിലെ 4th ചാപ്റ്ററിൽ പറയുന്ന ഒരു ഏരിയ ആണ് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് അല്ലെങ്കിൽ സദിശങ്ങളുടെ വിഘടനം എന്ന് പറയുന്നത്. ഒരു വെക്ടറിനെ വിവിധ ഘടകങ്ങളായി വിഭജിക്കുന്ന പ്രക്രിയയെ സദിശങ്ങളുടെ വിഘടനം എന്ന് വിളിക്കുന്നു. ഒരു വെക്ടർ എന്ന് പറയുമ്പോൾ എന്താ, അതിന് ഡയറക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ, ഇപ്പൊ അത് ഒരു ഫിസിക്സിൽ പഠിപ്പിക്കുന്ന നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, നമ്മുടെ ഒരു ഡയറക്ഷൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ പറയുവാണെങ്കിൽ ഇത് സൗത്ത്, ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ് ഡയറക്ഷൻ ആണെങ്കിൽ, വെസ്റ്റ് ഈസ്റ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എവിടെ മുതലാണോ, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നിട്ട് എവിടേക്കാണോ ആരോ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്, അതാണ് അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. വിവിധ ഘടകങ്ങളായി വിഭജിക്കുന്ന പ്രക്രിയ. അപ്പൊ ഒരു വെക്ടറിനെ അതിന്റെ ഘടകങ്ങളായിട്ട് വിഭജിക്കുന്ന പ്രക്രിയയെ സദിശങ്ങളുടെ വിഘടനം അല്ലെങ്കിൽ റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറയും. സദിശങ്ങളുടെ വിഘടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന ഓരോ സദിശങ്ങളെയും റിസോൾവ് ചെയ്തെടുക്കുന്ന ഓരോ ഫാക്ടേഴ്സിനെയും ഘടക സദിശം എന്നാണ് വിളിക്കുന്നത്. ഘടക സദിശം എന്ന് പറയുന്നു. ഇനി സദിശം എ എക്സ് വൈ അക്ഷങ്ങളിൽ യഥാക്രമം AX AY എന്നീ സദിശങ്ങളായി വിശ്ലേഷണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു സദിശം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്ടർ ആണ്. എ വെക്ടർ നമുക്കിപ്പോ ഇവിടെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഷൻ ഇൻ പ്ലെയിൻ ആണ് പറയുന്നത്. മോഷൻ ഇൻ എ പ്ലെയിൻ. ഒരു പ്ലെയിനിൽ ഒരു എക്സ് ആക്സിസും ഉണ്ടാവും, വൈ ആക്സിസും ഉണ്ടാവും അല്ലെ. എക്സ് വൈ പ്ലെയിൻ, എക്സ് ആക്സിസിൽ എക്സ് വൈ പ്ലെയിൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സ് പ്ലെയിൻ ഉണ്ട്, വൈ പ്ലെയിൻ ഉണ്ട്. അങ്ങനെ 3 ടൈപ്പ് പ്ലെയിൻ ഇല്ലേ. അതില് സദിശം എ വെക്ടർ എ എക്സ് വൈ അക്ഷങ്ങളിൽ യഥാക്രമം AX AY എന്നീ സദിശങ്ങളായി വിശ്ലേഷണം ചെയ്യപ്പെട്ടിരിക്കുന്നു. സദിശം എയുടെ അളവിന്റെയും എക്സ് അക്ഷവുമായി അതുണ്ടാക്കുന്ന കോണളവ് തീറ്റയുടെയും അടിസ്ഥാനത്തിൽ AX AY എന്നിവയെ, ഇത് ശരിക്കും നമുക്ക് ന്യൂമറിക്കൽസ് വരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ AXനെ A cos തീറ്റ എന്നും AYനെ A sin തീറ്റ എന്നും എഴുതണം. അതായത് A cos തീറ്റയും A sin തീറ്റയും. അവിടെ നിന്ന് എനെ നമുക്ക് ഇങ്ങനെ എഴുതാം, √A² + AY². അവിടെ നിന്ന് ടാൻ തീറ്റ, ഇതാണ് നമ്മുടെ തീറ്റ എന്ന് പറയുമ്പോൾ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ AY / AX. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? തീറ്റ = tan ഇൻവേഴ്സ് ഓഫ് AY - AX എന്ന് കിട്ടും. അങ്ങനെ ഒരു ഇക്വേഷൻസ് അതിൽ പറയുന്നുണ്ട്. നമ്മൾക്ക് എന്തുമാത്രം ആപ്ലിക്കബിൾ ആവും എന്ന് എനിക്കറിയില്ല. ഒരു ത്രികോണ വ്യൂഹം പരിഗണിച്ചാൽ A എന്ന് പറയുന്നത് AXI + AYJ വെക്ടർ + AXZ K വെക്ടർ അല്ല കേട്ടോ, ഇത് ക്യാപ്പാണ്. ക്യാപ്പ് ആണെങ്കിൽ എയുടെ പരിമാണം എന്ന് പറയുന്നത് AX² + AY² + AZ² സ്ക്വയർ റൂട്ട് ആയിരിക്കും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് അപ്പൊ A എന്ന് പറയുന്നത് A√AX² + AY² + AZ² ആയിരിക്കും. അതായത് എയുടെ പരിമാണം മാഗ്നിറ്റ്യൂഡ് ഓഫ് A എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു ത്രികോണ വ്യൂഹം, ഒരു ട്രയാങ്കുലർ സിസ്റ്റം പരിഗണിച്ചിട്ട് നമുക്ക് അവിടുന്ന് കിട്ടുന്ന എന്റെ ഘടകം എന്ന് പറയും സദിശങ്ങളുടെ വിഘടനം കിട്ടി. സദിശങ്ങളുടെ വിഘടനം നടത്തി നമുക്ക് ഘടക സദിശം കിട്ടി എന്ന് വിചാരിക്കുക. അപ്പൊ A = AXI + AYJ + AZ K ആണെങ്കിൽ ആ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് √, എന്തായിരിക്കും? √AX² + AY² + AZ². അതായിരിക്കും അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി അതുപോലെ തന്നെ ഏകക സദിശങ്ങൾ അല്ലെങ്കിൽ യൂണിറ്റ് വെക്ടേഴ്സ്, പരിമാണം 1 മാഗ്നിറ്റ്യൂഡ് 1 ആയതും ഒരു നിശ്ചിത ദിശയുള്ളതുമായ സദിശങ്ങളെ ഏകക സദിശങ്ങൾ അല്ലെങ്കിൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയും. ഇവയ്ക്ക് ഡയമെൻഷനോ യൂണിറ്റോ ഇല്ല. ദിശ വ്യക്തമാക്കാൻ മാത്രമാണ് ഈ ഏകക സദിശങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ XYZ അക്ഷങ്ങളെ സൂചിപ്പിക്കുന്ന ഏകക സദിശങ്ങൾ യഥാക്രമം I J K എന്നിവ. നമ്മളിത് +1 +2 നമ്മൾ +1 വെക്ടേഴ്സിന്റെ I J K വെച്ചിട്ട് മെട്രിക്സ് ഒക്കെ കൺസിഡർ ചെയ്തത് ഓർക്കുന്നുണ്ടോ? അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് മെട്രിക്സ് ക്രോസ് പ്രോഡക്റ്റ് ഒക്കെ എടുക്കാൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ.
ആ ഒരു ഏരിയ ചെയ്ത് കേട്ടോ. ഏകക സദിശങ്ങൾ യൂണിറ്റ് വെക്ടേഴ്സ് പരിമാണം ഒന്നായതും നിശ്ചിത ദിശയുള്ളതുമായ സദിശങ്ങളെ ഏകക സദിശങ്ങൾ എന്ന് വിളിക്കുന്നു. ഇവയ്ക്ക് ഡയമെൻഷനോ യൂണിറ്റോ ഇല്ല. ഏകക സദിശങ്ങൾക്ക് ഡയമെൻഷനും ഇല്ല, യൂണിറ്റും ഇല്ല. ദിശ വ്യക്തമാക്കാൻ മാത്രമാണ് ഏകക സദിശങ്ങൾ യൂസ് ചെയ്യുന്നത്. ഈ ദിശ മാത്രമേ ഉള്ളൂ, അതിന് മാഗ്നിറ്റ്യൂഡ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഒരു റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എക്സ് വൈ സെഡ് അക്ഷങ്ങളെ സൂചിപ്പിക്കുന്ന ഏകക സദിശങ്ങളാണ് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 11-ലെ +1-ലെ പ്രതലത്തിലെ ചലനം മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ഫിസിക്സിന്റെ പോർഷൻ എടുത്താൽ അവിടെ മോഷൻ ഇൻ എ പ്ലെയിൻ, ഒരു പ്ലെയിൻ എന്ന് പറയുമ്പോൾ അവിടെ ദ്വിമാന ചലനമാണ് പറയുന്നത്. ഒരു വസ്തു ഒരു പ്രതലത്തിലൂടെ ചലിച്ചാൽ അതിനെ ദ്വിമാന ചലനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 2 ഡയമെൻഷണൽ മോഷൻ. ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് ഇതിനകത്ത് എക്സ് ആക്സിസും ഉണ്ടാവും, വൈ ആക്സിസും ഉണ്ടാവും ഒരു പ്ലെയിൻ എന്ന് പറയുമ്പോൾ. അപ്പൊ എക്സ് വൈ പ്ലെയിൻ, എക്സ് സെഡ് പ്ലെയിൻ, വൈ സെഡ് പ്ലെയിൻ, അങ്ങനെ 3 പ്ലെയിൻ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് 3 ആക്സിസ് ഉണ്ടെങ്കിൽ 3 പ്ലെയിൻ ഉണ്ടാവും. അപ്പൊ ആ തടാകത്തിലൂടെ ചലിക്കുന്ന വെള്ളം ഒരു 2 ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിൾ ആണ്. ഇനി അവിടെ ഈ ഒരു ചാപ്റ്ററിൽ സദിശങ്ങളെ കുറിച്ചും അതിശങ്ങളെ കുറിച്ചും പറയുന്നത്. സദിശങ്ങൾ എന്ന് പറയുമ്പോൾ വെക്ടേഴ്സ്, അതിശങ്ങൾ എന്ന് പറയുമ്പോൾ സ്കേലാർസ്. പരിമാണം മാത്രമുള്ള ഭൗതിക അളവുകളെ എന്താ വിളിക്കുന്നത്? അതിശങ്ങൾ. പരിമാണവും ദിശയുമുള്ള ഭൗതിക അളവുകളെ എന്താ വിളിക്കുന്നത്? സദിശങ്ങൾ. സദിശങ്ങള് പറയാം, ഇംഗ്ലീഷ് എന്താണ്? വെക്ടേഴ്സ്. അപ്പൊ ഇവിടെ നോക്കിയേ, പരിമാണം മാത്രമുള്ള ഭൗതിക അളവുകൾ എന്ന് പറയുമ്പോൾ ദൂരം, വേഗം, മാസ്. പരിമാണവും ദിശയുമുള്ള ഭൗതിക അളവുകൾ എന്ന് പറയുമ്പോൾ സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം. ഇനി വെക്ടറുകളെ സൂചിപ്പിക്കുന്ന വിധം. നേർരേഖയുടെ ഒരറ്റത്ത് ഒരു അമ്പടയാളം ഇട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. നേർരേഖ ഇതിന്റെ അളവിനെയും അമ്പടയാളം ദിശയെയും സൂചിപ്പിക്കുന്നു. ഓക്കെ, നേർരേഖ അളവിനെയും അമ്പടയാളം ദിശയെയും സൂചിപ്പിക്കുന്നത്. ഇതിനെ കണ്ടോ, എ കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഒരു ക്രോസ് ഒരു ആരോ ഇട്ടിട്ടായിരിക്കും കാണുന്നത്. ഇതിനെ വെക്ടർ എ എന്നാണ് പറയുന്നത്. ഇനി പൊസിഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടേഴ്സ്, അതായത് സ്ഥാനദിശകളും സ്ഥാനസദിശങ്ങളും സ്ഥാനാന്തര സദിശങ്ങളും ഉണ്ട്. പൊസിഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടേഴ്സ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ ഗ്രാഫിൽ ഇപ്പൊ ഇവിടെ O എന്ന് പറയുന്ന ഒറിജിൻ ആണ്. ഒറിജിനിൽ നിന്ന് P എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ഉണ്ടല്ലോ. ഇതാണ് OP. OP എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുത്തെ വെക്ടർ OP എന്നത് T എന്ന സമയത്തുള്ള വസ്തുവിന്റെ സ്ഥാനദിശയാകും. ഇനി OP', നമ്മൾ രണ്ടാമത്തെ കൺസിഡർ ചെയ്തു. ഇത് ആ വസ്തുവിന്റെ തന്നെ മറ്റൊരു സമയത്തുള്ള സ്ഥാന സദിശമാണ്. ഓക്കെ, OP' എന്ന് പറയുന്നത് T സമയത്തുള്ള മറ്റൊരു സ്ഥാന സദിശത്തെ സൂചിപ്പിക്കുന്നു. ഇനി സദിശം PP' ഉണ്ടല്ലോ, അതായത് ഈ ഒരു ഏരിയ സദ്യം PP' എന്ന ബിന്ദുവിലേക്ക് ചലിക്കുന്ന വസ്തുവിന്റെ സ്ഥാനാന്തര സദിശം. ഇത് ആ ഒരു പെർട്ടിക്കുലറിന്റെ സ്ഥാനാന്തരം, വിച്ച് മീൻസ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പെർട്ടിക്കുലർ ഒബ്ജക്റ്റ്, സ്ഥാനാന്തര സദിശമാകുന്നു. ഓക്കെ, ഇങ്ങനെ അതായത് പൊസിഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി സദിശങ്ങളുടെ തുല്യത, ഇക്വാളിറ്റി ഓഫ് വെക്ടേഴ്സ്. ഒരേ അളവും ദിശയുമുള്ള സദിശങ്ങളെ സമസദിശങ്ങൾ എന്ന് വിളിക്കുന്നു. ഒരേ അളവും ദിശയും എന്താണ് ഇതുണ്ടോ എ എന്ന് പറയുന്നത്. ഒരേ അളവാണെങ്കിൽ വ്യത്യസ്ത ദിശകളായതിനാൽ AB എന്നീ 2 സദിശങ്ങൾ അസമ സദിശങ്ങളാണ്. ഇത് നോക്കിക്കേ, ഒരേ അളവാണ്, രണ്ടും ഒരേ അളവാണ്, വ്യത്യസ്ത ദിശകളാണ്. ഒരാൾ മേളിലേക്കും ഒരാൾ ഇങ്ങോട്ടുമാണ്. വ്യത്യസ്ത ദിശകളായതുകൊണ്ട് ഇത് അസമ സദിശങ്ങളാണ്. അപ്പോൾ ഇക്വാളിറ്റി ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നതിനകത്ത് ഈക്വൽ വെക്ടേഴ്സും ഉണ്ട്, നോൺ ഈക്വൽ വെക്ടേഴ്സും ഉണ്ട്. കണ്ടല്ലോ. ഇനി രേഖീയ സംഖ്യകളുമായുള്ള സദിശങ്ങളുടെ ഗുണനം, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ് ബൈ റിയൽ നമ്പേഴ്സ്. ഓക്കെ, ഇവിടെ നമുക്ക് അധികം വരില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് ത്രികോണ രീതി ആൻഡ് സാമാന്തരിക രീതി, അതായത് വെക്ടറിന്റെ കാൽക്കുലേഷൻ ആണ് ത്രികോണ രീതിയും സാമാന്തരിക രീതിയും വെച്ചിട്ടുള്ളത്. അത് നമ്മൾക്ക് പഠിക്കാൻ ചോദിക്കേണ്ടത്. ഓക്കെ, ഇതാട്ടെ ഇവിടെ നോക്കിക്കേ, ത്രികോണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ 2 സദിശങ്ങളുടെ സങ്കലനം. ത്രികോണ രീതി എന്ന് പറഞ്ഞാൽ 2 സദിശങ്ങൾ, A വെക്ടറും B വെക്ടറും എന്ന് പറയുന്ന 2 സദിശങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ A വെക്ടർ, ഇതാണ് നമ്മുടെ B വെക്ടർ. കണ്ടോ, ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങളാൽ വലിപ്പത്തിലും ദിശയിലും ഒരേ ക്രമത്തിൽ എടുക്കുമ്പോൾ ഒരു ത്രികോണത്തിന്റെ 3-ാം വശം R വെക്ടർ ആദ്യ സദിശകളുടെ തുകയെ പരിണത സദിശം പ്രതിനിധീകരിക്കുന്നു. അപ്പം ഇതിങ്ങനെ രണ്ടുമാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ഇതിനെ R വെക്ടർ എന്ന് പറയാം. ഇതിനേക്കാൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് മനസ്സിലാവും എന്നറിയാമോ? ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടേഴ്സ്. ഇതാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത്
വെൻ ടു വെക്ടേഴ്സ് ആർ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ, ഒരു ആംഗിളിലേക്ക്, ഒരു പെർട്ടിക്കുലർ ആംഗിളിലേക്ക് രണ്ട് വെക്ടേഴ്സ് ഇൻക്ലൈൻ ചെയ്തിരിക്കുകയാണെങ്കിൽ വെക്ടേഴ്സ് ഇൻ എ പ്ലെയിൻ, ദ ടു മെത്തേഡ്സ് യൂസ്ഡ് ആർ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടേഴ്സും പാരലലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സും ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡ്സ്. അതിന്റെ റിസൾട്ടന്റ് കാണിക്കാൻ വേണ്ടി, റിസൾട്ടന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് മെത്തേഡ്സ് ആണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടേഴ്സും പാരലലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ്. അതാണ് നമ്മുടെ ത്രികോണ രീതിയും. പിന്നെ അതുപോലെ തന്നെ പാരലലോഗ്രാമിന് പറയുന്നതാണ് അത് തന്നെ പാരലലോഗ്രാം നിയമവും തന്നെ പറയുന്നത്. ഓക്കെ, രണ്ടും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെന്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ദി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ടേക്കൻ ഇൻ ദ സെയിം ഓർഡർ, then third or closing side of triangle taken in the opposite order represents the result in magnitude and direction. അതായത് ഇങ്ങനെ വരും. രണ്ട് വെക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തു, എയും ബിയും. ആ എയും ബിനെ നമുക്ക് രണ്ട് ഈ ബിനെ എടുത്ത് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വര വരയ്ക്കാൻ പറ്റും അല്ലേ? അപ്പൊ ഇങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ അവിടെ നോക്കിക്കേ, രണ്ടും സെയിം ആണ്, രണ്ടും സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, പക്ഷെ ദിശ വ്യത്യാസമാണെങ്കിൽ നമുക്ക് ഇതിന്റെ റിസൾട്ടന്റ് ആയിട്ടുള്ള വെക്ടറിനെ എങ്ങനെ കണ്ടുപിടിക്കാം? റിസൾട്ടന്റ് ആർക്ക് എ പ്ലസ് ബി. അതായത് ഇതിപ്പോ ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എ പ്ലസ് ബി. ഇനി ഇത് തന്നെ സബ്സ്ട്രാക്ട് ചെയ്യാം. ഇൻ സബ്സ്ട്രാക്ഷൻ, ദ നെഗറ്റീവ് ഓഫ് ദി വെക്ടർ ടു ബി സബ്സ്ട്രാക്റ്റഡ് ഈസ് ആഡഡ് ടു ദി വെക്ടർ. ഇതിന്റെ നെഗറ്റീവ്, അതായത് ഇവിടെ നമ്മുടെ മൈനസ് ബി ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? എയും ബിയും. അപ്പൊ നമുക്ക് രണ്ടെണ്ണം, അപ്പൊ ഈ എനെ ഇവിടെ കൊണ്ടുവച്ചു, ബിനെ ഇങ്ങോട്ട് വെച്ചു. അപ്പൊ നമുക്ക് ഇങ്ങനെ വെക്കാം, എയും ബിയും ഇങ്ങനെ വെച്ചു. ഇവിടെയാണ് റിസൾട്ടന്റ് കിട്ടേണ്ടത്. നമുക്ക് റിസൾട്ടന്റ് കിട്ടേണ്ടത് ഇതാണ് റിസൾട്ടന്റ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ അതിന്റെ ഫൈനൽ വാല്യൂ കണ്ടുപിടിക്കണം, സബ്സ്ട്രാക്ഷൻ. ഓക്കെ, leave it. Parallelogram law of vectors എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, if two vectors can be represented in magnitude and direction by the two adjacent sides of a parallelogram. Parallelogram എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സംഭവം പാരലലോഗ്രാം. അപ്പൊ രണ്ട് സൈഡ് കൊണ്ട് നമുക്ക് വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് ഈ ഡയഗണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ട്രയാങ്കുലർ നിയമം എന്ന് പറയുമ്പോൾ എ വെക്ടറും ബി വെക്ടറും രണ്ട് സദിശങ്ങളാണ്. ക്രമത്തിലെടുത്ത ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളെ രണ്ട് സദിശങ്ങളുടെ മാഗ്നിറ്റ്യൂഡും ദിശയും പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ അവയുടെ ഫലം വിപരീത ക്രമത്തിലെടുത്ത ത്രികോണത്തിന്റെ മൂന്നാം വശം നൽകുന്നു. കണ്ടോ, ഇതാണ് നമ്മുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഒരാളിപ്പോ ഇങ്ങോട്ടുള്ള ഒരു ഡയറക്ഷനിലാണ്, മറ്റേ എ വെക്ടർ ഇങ്ങോട്ടുള്ള ഡയറക്ഷനാണ്. ഇതിന്റെ നേരെ വിപരീത ദിശയിലായിരിക്കും നമ്മളെ റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ട്രയാങ്കുലർ നിയമം. ഈ ഗ്രാഫിക്കൽ രീതിയെ ഹെഡ് ടു ടെയിൽ രീതി എന്ന് വിളിക്കുന്നു. ഇതിനെയാണ് ഹെഡ് ടു ടെയിൽ രീതി വിളിക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിക്കാം, ഹെഡ് ടു ടെയിൽ എന്ന് പറയുന്ന റിസൾട്ടന്റ് വെക്ടറിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ ഹെഡ് ടു ടെയിൽ രീതി എന്ന് വിളിക്കുന്നത്. റിസൾട്ടന്റിനെ കണ്ടുപിടിക്കുന്നത് ട്രയാങ്കുലർ നിയമത്തിലാണ്. ഇനി പാരലലോഗ്രാം നിയമം എന്ന് പറയുമ്പോൾ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ, രണ്ട് സദിശങ്ങളുടെ മാഗ്നിറ്റ്യൂഡും ദിശയും ഒരു പാരലലോഗ്രാമിന്റെ തൊട്ടടുത്ത രണ്ടു വശങ്ങളിലായി പ്രതിനിധീകരിക്കുകയാണെങ്കിൽ, ഇത് നോക്കിക്കേ, ഇവിടെ നമ്മുടെ ബി വെക്ടർ ആണ്, ഇത് പാരലലോഗ്രാമിന്റെ ഒരു സൈഡ്, ഇത് നമ്മുടെ പി വെക്ടർ, ഇത് പാരലലോഗ്രാമിന്റെ മറ്റൊരു സൈഡ് പ്രതിനിധീകരിക്കുവാണെങ്കിൽ അവയുടെ ഫലം പാരലലോഗ്രാമിന്റെ ഡയഗണൽ നൽകുന്നത്. ഇപ്പൊ റിസൾട്ടന്റ് വെക്ടർ എന്തായിരിക്കും? ഇതായിരിക്കും റിസൾട്ടന്റ് വെക്ടർ. അതാണ് പാരലലോഗ്രാം നിയമം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പ്രൊജക്ടൈൽ മോഷൻ എന്താണെന്ന് നോക്കാം. പ്രാരംഭ പ്രവേഗം, അതായത് ഇനിഷ്യൽ വെലോസിറ്റി നൽകി വിക്ഷേപിക്കുന്ന ഒരു വസ്തു ഭൂഗുരുത്വാകർഷണത്തിന് വിധേയമായി മാത്രം സഞ്ചരിച്ചാൽ അതിനെ പ്രൊജക്ടൈൽ എന്ന് പറയാം. അപ്പൊ പ്രാരംഭ പ്രവേഗം നൽകി വിക്ഷേപിക്കുന്ന ഒരു വസ്തു ഭൂഗുരുത്വാകർഷണത്തിന് വിധേയമായി മാത്രം സഞ്ചരിച്ചാൽ അതിനെ പ്രൊജക്ടൈൽ എന്ന് പറയാം. ഒരു വസ്തു ഒരു പ്രത്യേക കോണിൽ സഞ്ചരിക്കുമ്പോൾ അതിന് ലംബമായും തിരശ്ചീനമായും സൃഷ്ടിക്കപ്പെടുന്ന പ്രവേഗത്തിന്റെ വില വസ്തുവിന്റെ സഞ്ചാര ദിശയുടെ കോണളവിന്റെ സൈൻ കൊസൈൻ വിലകളെ ആശ്രയിച്ചിരിക്കും. ഒരു വസ്തു ഒരു പ്രത്യേക കോണിൽ സഞ്ചരിക്കുമ്പോൾ അതിന് ലംബമായും തിരശ്ചീനമായും, അതായത് ഹോറിസോണ്ടലും വെർട്ടിക്കലായിട്ടും ഹോറിസോണ്ടലായിട്ടും സൃഷ്ടിക്കപ്പെടുന്ന വെലോസിറ്റിയുടെ വില വസ്തുവിന്റെ സഞ്ചാര ദിശയുടെ കോണളവിന്റെ, അതായത് തീറ്റ, സൈൻ തീറ്റ, കോസ് തീറ്റ വിലകളെ ആശ്രയിച്ചായിരിക്കും എന്നാ പറഞ്ഞേക്കുന്നത്. തിരശ്ചീന പ്രവേഗം, അതായത് ഹോറിസോണ്ടൽ വെലോസിറ്റി എപ്പോഴും സ്ഥിരമായിരിക്കും. ഇനി ഒരു വസ്തു തീറ്റ കോണളവിലും v0, അതായത് പ്രവേഗത്തിലും വെലോസിറ്റി തിരശ്ചീനമായി എറിഞ്ഞാൽ, അത് ഹോറിസോണ്ടൽ ആയിട്ട് എറിഞ്ഞാൽ വസ്തുവിന്റെ സ്ഥാനം ഉയർന്ന പോയിന്റിൽ എത്തുമ്പോഴുള്ള തിരശ്ചീന പ്രവേഗം, അതായത് ഹോറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് v0 കോസ് തീറ്റ ആയിരിക്കും. അപ്പൊ അത് നമുക്ക് നോക്കണം കേട്ടോ. ഒരു വസ്തു തീറ്റ കോണളവിലും v0 പ്രവേഗത്തിലും തിരശ്ചീന
തിരശ്ചീനമായി എറിഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ട് ഈ പറയുന്ന തീറ്റ കോണളവിലും അതുപോലെ തന്നെ പെർട്ടിക്കുലർ വെലോസിറ്റിയിലും ഹൊറിസോണ്ടൽ ആയിട്ട് എറിഞ്ഞാൽ വസ്തുവിന്റെ സ്ഥാനം ഉയർന്ന പോയിന്റിൽ എത്തുമ്പോഴുള്ള തിരശ്ചീന പ്രവേഗം, അതായത് ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് v0 cos തീറ്റ ആയിരിക്കും. ഇനി ലംബ പ്രവേഗം മുകളിലേക്ക് പോകുമ്പോൾ കുറയുകയും ഏറ്റവും മുകളിൽ എത്തുമ്പോൾ 0 ആവുകയും ചെയ്യുന്നു. ലംബ പ്രവേഗം, അതായത് വെർട്ടിക്കൽ വെലോസിറ്റി മുകളിലേക്ക് പോകുമ്പോൾ കുറയുകയും ഏറ്റവും മുകളിൽ എത്തുമ്പോൾ 0 ആവുകയും ചെയ്യുന്നു. വസ്തു അതിന് സഞ്ചരിക്കാൻ കഴിയുന്ന ഏറ്റവും ഉയരത്തിൽ നിന്ന് താഴേക്ക് വരുന്തോറും പ്രവേഗം കൂടി വരികയും തറയുടെ തൊട്ടടുത്തെത്തുമ്പോഴേക്കും പരമാവധി പ്രവേഗം കൈവരിക്കുകയും ചെയ്യും. പ്രൊജക്ടൈൽ ചലനത്തിന്റെ തിരശ്ചീനവും ലംബവുമായ ഘടകങ്ങൾക്കിടയിൽ